നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്താണെന്നല്ലേ? പുട്ടും കടലയും. അതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ? അരി പൊടിച്ച് വറുക്കാതെയും വറുത്ത പൊടി നനയ്ക്കാതെയും എങ്ങനെ കൂട്ടിവിടാം? അതിൻ്റെ മാർഗം എന്താണെന്ന് കാണണ്ടേ? കണ്ടു നോക്കൂ. അതുപോലെ തന്നെ കടലക്കറിയുടെ പ്രത്യേകത അറിയണ്ടേ? ഇറച്ചിക്കറിയുടെ അതേ രുചിയിലുള്ളൊരു കടലക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തെല്ലാം വിഭവങ്ങൾ വേണമെന്നും എങ്ങനെ ഉണ്ടാക്കാമെന്നും കണ്ടു നോക്കൂ. ഇന്നത്തെ നമ്മുടെ 2 ഡിഷിൽ ആദ്യത്തേത് പുട്ടാണ്. സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട്. നമ്മൾ അരി പൊടിച്ച് വറക്കാതെയും വറുത്ത പൊടി നനയ്ക്കാതെയും നമ്മൾ ചുടുന്ന ഒരു പുട്ടാണിത്. ഇതെങ്ങനെയെന്നല്ലേ? അതിന് വേണ്ട സാധനം എന്താണെന്നല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന മട്ടേരിയാണ്. ചോറിനായി ഉപയോഗിക്കുന്ന മട്ടേരി. ഈ കളറുള്ള മട്ടേരിക്ക് പകരം വെള്ളേരിയും ഉപയോഗിക്കാം കേട്ടോ. അതാണെങ്കിൽ നല്ല വെളുത്ത പുട്ട് കിട്ടും. ഇതാണെങ്കിലും നല്ലതാണ്. അങ്ങനെ ആവശ്യത്തിന് കളറുള്ളൊരു പുട്ടായിരിക്കും ഇത്. ഇതെന്ത് ചെയ്യണമെന്നല്ലേ? ഇനി ഇത് ഒരു 8 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിരാനിടണം. അപ്പോൾ രാത്രി ഇത് കുതിർത്തിയിട്ടതിന് ശേഷം രാവിലെ എടുത്തത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 8 മണിക്കൂർ നേരം കുതിർത്തിയിട്ട അരിയാണിത്. ഇനി ഇതുപോലെ ഒരു അരിപ്പ എടുത്ത് അതിലേക്ക് വെള്ളം വാലാനായിട്ട് വയ്ക്കണം. ഈ അരിപ്പയിലേക്ക് ഈ അരി ഞാൻ വെള്ളം തോരാനായിട്ട് വെച്ച് ഒരു 10 മിനിറ്റ് വെച്ചു. വെള്ളം എല്ലാം നന്നായിട്ട് ഊർന്നു പോയിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ചാൽ മതി. ആ നനവോടുകൂടി തന്നെ ഇതുപോലെ മിക്സിയുടെ ഒരു ജാർ എടുത്തതിന് ശേഷം അതിലേക്കിട്ട്, വെള്ളമൊന്നും ഒഴിക്കരുത്, ഒരുപാട് നിറച്ചൊന്നും ഇടരുത്. ഇപ്പോൾ ഇതിൻ്റെ ബ്ലേഡിൻ്റെ നെറുക്ക് നിൽക്കത്തക്ക രീതിയിൽ ഈ അരിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇടുക. അതിനുശേഷം മിക്സിയിൽ കറക്കി എടുക്കുക. അതിപ്പോൾ ഞാനിതൊന്ന് പൊടിച്ച് കാണിച്ചു തരാം. മിക്സിയിൽ അടിച്ചെടുത്തു. ഇതുപോലെ പൊടിയുന്നവരെ അടിക്കുക. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്. കണ്ടോ? ഇപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ച പോലെയുള്ള നനവ് ഇതിന് പാകത്തിനുണ്ട്. ഇനി ഇത് നനയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട, വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഈ രീതിയിൽ തന്നെ നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇനി തേങ്ങ ഇട്ട് വാരി വെച്ചാൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. കണ്ടോ? നല്ല ഇതാണ്. നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തു. ഇതങ്ങനെ നന്നായി അടിച്ചെന്ന് വെച്ചാൽ ഇത് കണ്ടോ? തെരുതെരിപ്പുണ്ട്. പൊടിയുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഈ രീതിയിൽ പൊടിയുന്നവരെ അടിച്ചെടുക്കണം. ഇനി നല്ലൊരു പുട്ട് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഇതുപോലെ ഒരു പുട്ടുകുറ്റിയിൽ നിറച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പുട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല രുചിയാണ് ഈ പുട്ടിന്. ഇനി അടുത്തത് നമ്മുടെ കടലക്കറിയാണ്. കടലക്കറിക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. കുതിർത്തി വെച്ചിരിക്കുന്ന കടല, ഇത് ഒരു 1.5 കപ്പുണ്ട്. ഇത് 8 മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം. പിന്നെ ഒരു അരമുറി തേങ്ങ വേണം. ഒരു വലിയ സവാള, ഇടത്തരം 2-3 തക്കാളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, 3-4 പച്ചമുളക്, പിന്നെ അല്പം പെരുംജീരകം, അല്പം ഗരം മസാല. ഇതിൻ്റെ പൊടികൾ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കടുക്. ഈ കടല കറി
അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ല മാച്ചാണ്. അല്പം ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റിലേക്ക് വരുന്ന ഒരു കടലക്കറിയാണിത്. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ കുതിർത്തിയ കടല ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നെറുക്ക്, കടലയുടെ നെറുക്ക് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പുമിട്ട് അല്പം മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് വേവിക്കുക. ഒരു 5-8 വിസിൽ നന്നായി വേവിക്കണം. അതാണ് നല്ല സോഫ്റ്റ് ആവണം കടല. ഒരു 8-10 വിസിൽ കേട്ടു എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ വേകട്ടെ. ഒരു മീഡിയം തീയിലിട്ട് ഒരു 5-6 വിസിൽ കേൾക്കണം. ഇത് 2 സൈസ് കടലയുണ്ട്. അരിക്കടല വേകാൻ ഇച്ചിരി താമസമാണ്. ഇച്ചിരി ഒഴുത്ത കടലയാണ്, അത് കുറച്ചും കൂടെ പെട്ടെന്ന് വേകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന കടലയൊക്കെ ആശ്രയിച്ചിരിക്കും. പിന്നെ കുക്കറിൻ്റെ വാഷർ ഒക്കെ നല്ലതാണെങ്കിൽ അതൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേഗ് വരുന്നത്. എന്നായാലും കടല നല്ല രീതിയിൽ വേകുക. 8 വിസിലോ 10 വിസിലോ കേൾപ്പിച്ചിട്ട് നല്ല രീതിയിൽ വേവിക്കണം. ഇനി ഇത് വിസിലടിക്കട്ടെ. ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇടുകയാണ്. അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് മൂപ്പിക്കുകയാണ്. അതൊന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 3-4 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നു. അത് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 3-4 എടുത്തത്. അതിൽ ഒരു പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുകയാണ്. അതുപോലെ തന്നെ വലിയ ഒരു സവാളയാണല്ലോ എടുത്ത് വെച്ചിരുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, സവാള, പച്ചമുളക് ഇത്രയും വഴറ്റി ഏകദേശം ഒരു പകുതി വഴണ്ടു. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇടുകയാണ്. ഈ തേങ്ങയും ഇതിൻ്റെ കൂടെ കിടന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ. മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ, അതുപോലെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 4 ടീസ്പൂൺ, 4 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കടല വേവിച്ചപ്പോൾ അല്പം ഇട്ടിരുന്നു. കുറച്ച് കടലപ്പൊടി ഇടുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഈ പൊടി നന്നായിട്ട് മൂത്ത് വരണം. നമ്മളിട്ട പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം നല്ല രീതിയിൽ മൂത്ത്. ഇതിലേക്ക് നമ്മൾ 3 തക്കാളി ഇടത്തരം 3 തക്കാളി എടുത്ത് വെച്ചിരുന്നു. അതിൽ 2 തക്കാളി ഇപ്പോൾ ചേർക്കുകയാണ്. ഒരു തക്കാളി പിന്നീടാണ് ചേർക്കുന്നത്. ഇനി ഈ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് വരണം. ഇനി ഇതിനകത്ത് കിടന്ന് ചെറിയ തീയിലാണ് ഇപ്പോൾ ഇളക്കിയിരിക്കുന്നത്. തക്കാളിയിൽ നിന്ന് വെള്ളം ഊറി വരുന്നവരെയും ചെറിയ തീയിൽ തന്നെ ഇടണം. തക്കാളിയിൽ നിന്ന് വെള്ളം ഊറി വരുമ്പോൾ ഈ പൊടി കരിഞ്ഞു പോവില്ല. നന്നായിട്ട് ഉടഞ്ഞ് വരട്ടെ. ഇടയ്ക്കൊന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടണം, അല്ലെങ്കിൽ അടി പിടിക്കും.
നല്ല രീതിയിൽ തക്കാളി ഉടഞ്ഞ് വരണം. ഇപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നല്ല രീതിയിൽ മൂത്തു, തക്കാളി എല്ലാം വെന്തുടഞ്ഞ് നല്ല രീതിയിൽ നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി ഇത് തീ ആറിയതിന് ശേഷം ഇത് മിക്സിയിൽ നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കുക. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഇനി ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് തണുത്തതിന് ശേഷം നമ്മൾ വഴറ്റിയത് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ അരയണം. അതിനുശേഷം നമ്മുടെ കടല വെന്തോന്ന് നോക്കാം. ഒരു 8-10 വിസിൽ കേട്ടിട്ടുണ്ട്. കടല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ വേകണം. അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കുകയാണ്. ഇതിൻ്റെ ചാറൊക്കെ അവരവരുടെ പാകം അനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല കുറുകലുണ്ട്, കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഈ അരപ്പൊട്ടും തന്നെ കളയാതെ ഇതിലേക്ക് ഒഴിച്ച് കലക്കി ഒഴിക്കാം. അരപ്പെല്ലാം നമ്മൾ ഇതിലേക്ക് കലക്കിയിട്ടുണ്ട്. ഇനി തീ ഓണാക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി മാറ്റി വെച്ചിരുന്നല്ലോ, അത് കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ 2-3 പച്ചമുളക് ഒന്നെങ്കിൽ കീറിയിടാം, അല്ലെങ്കിൽ ഇതുപോലെ ഒടിച്ചിടാം. ഒന്നും അധികം എരിവുള്ളതല്ല. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. ഇതിൻ്റെ പാകത്തിന് ഉപ്പിടണം. നമ്മൾ കടല ഉപ്പിട്ട് വേവിച്ചതാണ്. പിന്നെ അരപ്പിന് വേണ്ടി നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും. അത് ഉപ്പൊക്കെ പാകം നോക്കി ഇടണം. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് നമ്മളിത് വേവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറുകൽ എത്രമാത്രം വേണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവ് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് ഗരം മസാല ഇടണം. ഒരു പിഞ്ച് ഗരം മസാല ഇടണം. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കടുക് താളിക്കണം. അങ്ങനെ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ചു. നമ്മൾ ഓഫാക്കുകയാണ്. നമുക്ക് കടുക് താളിക്കാം. അതിന് ഒരു പാൻ വെച്ചിട്ട് അല്പം ഓയിൽ ഒഴിച്ചാൽ മതി. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. തേങ്ങയൊക്കെ ഇട്ടതാണ്. പിന്നെ ഉള്ളിയൊക്കെ വഴറ്റിയപ്പോഴും ഓയിൽ ഒഴിച്ചതാണ്. അതുകൊണ്ട് കടുക് താളിക്കാൻ കുറച്ച് മതി. ഓയിലൊന്ന് ചൂടായിട്ട് ചൂടായി വരണേ ഉള്ളൂ. രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പൊട്ടി തുടങ്ങി. പരന്ന പാത്രമായതുകൊണ്ട് കുഴിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം പൊട്ടി നമ്മുടെ കടലക്കറിയിലേക്ക് ഞാൻ ഇടുകയാണ്.
നല്ലൊരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാട്ടോ ഈ കടലക്കറിക്ക്. ഇതുപോലെ കടലക്കറി വെക്കാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. ഇത് അപ്പത്തിന് നല്ല ഇതാണ്. അപ്പം, ഇടിയപ്പം, ബ്രെഡ്, എന്നും അപ്പത്തിന് ചിക്കനും ബീഫും അല്ലാതെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ രീതിയിലൊരു കടലക്കറി ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ, നല്ല ടേസ്റ്റാണ്. ശരിക്കും കടലയില്ലെങ്കിൽ ചാറ് മാത്രം കഴിക്കുകയാണെങ്കിൽ ഇതൊരു ചിക്കൻ കറിയുടെ ചാറായിട്ടേ തോന്നുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പുട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും. നല്ല സോഫ്റ്റ് പുട്ടാണ്. കാശ് കൊടുത്ത് പുട്ടുപൊടിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മുടെ പുട്ടും കടലയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നന്ദി.